പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 6-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നന്മയുടെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം. 1 സാമുവേൽ ചാപ്റ്റർ 1 വേഴ്സ് 27 നാം ഇപ്രകാരം വായിക്കുന്നു: ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ പശ്ചാത്തലം അറിയാത്തവരായി ക്രൈസ്തവ ലോകത്ത് ആരും തന്നെ ഇല്ല. ഇന്ന് നാം വായിച്ചു കേട്ട ഇന്നത്തെ വാഗ്ദത്ത വചനം ഒരു സ്ത്രീയുടെ, ഒരമ്മയുടെ, ഒരു വിശ്വാസിയുടെ, ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്റെ അത്ഭുത സാക്ഷ്യമാണ്. പ്രാർത്ഥനയുടെ ഫലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ദൈവത്തിന്റെ വിടുതലിന്റെ സാക്ഷ്യമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. അതെ, ഹന്നയുടെ ഗർഭപാത്രം ദൈവം അടച്ചിരുന്നുവെന്ന് 1-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കും. എന്നാൽ ദൈവം തന്നെ അത് തുറന്ന്, നാം വചനം 1, 2, 3 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ശമൂവേൽ ബാലൻ മാത്രമല്ല, ശമൂവേലിന് സഹോദരങ്ങളായി പിന്നെയും തലമുറകളെ നൽകി ഈ ഹന്ന എന്ന അമ്മയെ മാനിച്ചതായി നാം കാണുന്നു. ഇതാ, പ്രാർത്ഥിക്കാൻ ചെന്ന ദേവാലയത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏലി പുരോഹിതൻ സംശയിച്ച് കുറ്റപ്പെടുത്തി. എന്നാൽ ആ കുറ്റപ്പെടുത്തിയ അതേ നാവ് കൊണ്ട് ദൈവം ഏലി പുരോഹിതനിൽ കൂടി ഹന്നയെ അനുഗ്രഹിപ്പാൻ ഇടയായി. അങ്ങനെ കുഞ്ഞിന്റെ മുലകുടി പ്രായം കഴിഞ്ഞ് ഇതാ യാഗവസ്തുക്കളും ഒക്കെ അർപ്പിച്ച് അവസാനം ആ പൈതലിനെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പുരോഹിതന്റെ അടുക്കൽ ചെന്ന് പറയുന്ന വാക്കുകളാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. ഈ വാക്യവും ഇതിന്റെ പശ്ചാത്തലവും നമുക്കേവർക്കും സുപരിചിതമാകിയാൽ ചുരുങ്ങിയ വാക്കുകളിൽ ഇന്നത്തെ ചിന്ത പരിശുദ്ധാത്മാവ് നമ്മെ ഇങ്ങനെ നയിക്കുന്നു: വിശ്വാസത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ മാനിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതെ, പ്രാർത്ഥിക്കുന്ന ഭവനത്തിൽ തന്റെ പ്രതിയോഗി കുത്തി മുഷിപ്പിച്ചു. ഭർത്താവ് നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അവിടെയും ഹന്ന ഒതുങ്ങിയില്ല. തന്റെ പ്രാർത്ഥന തുടരുക തന്നെ ചെയ്തു. ദൈവാലയത്തിൽ താൻ ലഹരി പിടിച്ചുവെന്ന് തെറ്റിദ്ധരിച്ച പുരോഹിതനെ പ്രാർത്ഥനയുടെ ശക്തി തെളിയിച്ചു കാണിച്ചു. അങ്ങനെ ഇതാ പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൈവാലയത്തിൽ ദൈവത്തിന് വേണ്ടി നിവേദിച്ചിരിക്കുന്ന പൈതലിനെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പറയുന്നു: ഞാൻ ഈ ബാലനായി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് അത് നൽകി. ചുരുക്കത്തിൽ അർത്ഥാൽ പ്രാർത്ഥിച്ചതിന്റെ ഫലം ദൈവം നൽകിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ചില പ്രത്യേക വിഷയങ്ങളെ മുൻപിൽ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന എന്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അസാധ്യങ്ങളുടെ കൂമ്പാരമായിരിക്കാം. അതെ, ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയവും അത് തന്നെയാണല്ലോ. അസാധ്യങ്ങളുടെ കൂമ്പാരമായിരുന്ന
ഹന്നയുടെ ജീവിതത്തിൽ അവളുടെ ഇന്റേണൽ ഓർഗൻസിനെ തൊട്ട് അതിനെ അടച്ച ദൈവം തുറന്ന് ശമൂവേലിനെ ദാനമായി നൽകി. നാം വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരേ സമയത്ത് പ്രധാനപ്പെട്ട 3 പദവി അലങ്കരിച്ച ധന്യനായ അഭിഷിക്തനായിരുന്നു ശമൂവേൽ. ഒരേ സമയത്ത് ന്യായപാലകനായി, പുരോഹിതനായി, പ്രവാചകനായി ഇസ്രയേലിന്റെ 1-ാമത്തെയും 2-ാമത്തെയും രാജാക്കന്മാരെ വാഴിക്കുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയ ധന്യ ഒരു വ്യക്തിത്വമായിരുന്നു ശമൂവേൽ പ്രവാചകൻ. ഇന്ന് പകൽ ചില വിഷയത്തിന് മധ്യേ ഭാരപ്പെടുന്ന, വിഷമിക്കുന്ന, ഇനിയും എന്റെ ഈ കാര്യം എനിക്ക് ലഭിക്കുകയില്ല, എന്റെ ജീവിതത്തിൽ ഇത് നടക്കുകയില്ല, ഇത് ഇങ്ങനെ അങ്ങ് തീരും, എന്റെ മക്കൾ വിദേശത്ത് പോയി എനിക്കൊന്ന് കാണുവാനുള്ള ഭാഗ്യമില്ല, എന്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം നടക്കുകയില്ല എന്ന് സ്വയം വിധി എഴുതി, സ്വയം ശപിച്ച്, ദൈവത്തെയും കുറ്റം പറഞ്ഞ്, പ്രാർത്ഥനയിൽ നിന്നും പിന്മാറി പിറുപിറുപ്പോടെ ആരെങ്കിലും കഴിയുന്നവരുണ്ടെങ്കിൽ താങ്കളോട് ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ ഹൃദ്യമായി സംസാരിക്കുകയാ. പ്രിയ സഹോദര, സഹോദരി, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, നിശ്ചയം. നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന്റെ സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കുക. ഭവനത്തിൽ നിങ്ങളെ കളിയാക്കി എന്നിരിക്കാം, നിങ്ങൾ പോകുന്ന കൂട്ടായ്മയിൽ, ദൈവാലയത്തിൽ നിങ്ങളെ കളിയാക്കി എന്നിരിക്കാം. പക്ഷേ വിശ്വാസത്തോടെ, മടുക്കാതെ, പിറുപിറുക്കാതെ, ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു മുന്നേറിയാൽ നിശ്ചയമായും നിന്ദിച്ചവരുടെ മുമ്പാകെ വന്നിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും ഈ സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഹന്നായുടെ പ്രാർത്ഥന കേട്ട ദൈവം നമ്മളുടെയും പ്രാർത്ഥന കേൾക്കും, നിശ്ചയം. അസാധ്യങ്ങളെ സാധ്യമാക്കി തരും, നിശ്ചയം. ആ വലിയ വിടുതൽ കരങ്ങളിലേന്തി, അതെ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ സകല ജനവും കാണുകെ യഹോവയ്ക്ക് സ്തോത്രയാനം കഴിക്കുവാൻ ഹന്നയെ പോലെ നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിന് ഇന്നത്തെ ദിനം സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളെ ആത്മാവിലും ശരീരത്തിലും ബലപ്പെടുത്തി ഉറപ്പിച്ച് ദൈവകൃപയോടെ നടത്തട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹന്നയുടെ ജീവിതം ഞങ്ങൾക്ക് ഏവർക്കും മാതൃകയും സാക്ഷ്യവും ഉളവാക്കുന്നതെന്ന് ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. ദൈവം തന്നെ ഹന്നയുടെ ഗർഭപാത്രം അടച്ചുവെങ്കിൽ ആ ദൈവത്തെ കൊണ്ട് തന്നെ ആ ഗർഭപാത്രത്തെ തുറന്ന് തലമുറകൾക്ക് ജന്മം കൊടുക്കുവാൻ വഴിയൊരുക്കിച്ച ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ നിരാശപ്പെട്ട് നടക്കുകയില്ല, ഇതൊരിക്കലും സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് പിന്മാറുമ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനത്തെ ഹൃദയംഗമായി സ്വീകരിച്ച് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ദൈവജനം കേൾക്കുന്ന ഏവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി കൃപയോടെ പരിപാലിക്കണമെന്ന് യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ. ഹന്നയെ പോലെ പ്രാർത്ഥനയുടെ ഫലത്തെ കരങ്ങളിലേന്തി മറ്റുള്ളവരുടെ മുമ്പാകെ സാക്ഷിക്കുവാൻ, ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ കർത്താവിനോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളാകുവാൻ സർവശക്തനായ ദൈവം ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും ഒരുക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.